ലെറ്റ്സ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ഈ ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി ഈസി ആണ് എല്ലാം. എന്താണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് വർക്ക്? അതായത് വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ അല്ലെ? അതേ യൂണിറ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ. അതേതാണെന്ന് നമുക്കറിയാം, എനർജി അല്ലെ? പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാലും യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അല്ലെ? ജൂൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ സ്കേലാർ ക്വാണ്ടിറ്റീസ്? ഇതിൽ കുറച്ച് പെയർസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പെയറാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരുന്നത്? അതായത് സ്കേലാർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ പറയേണ്ട ആവശ്യമില്ല. അതേതാണ്? ടൈം ആൻഡ് എനർജി അല്ലെ? ടൈമിന് നമ്മൾ ഡയറക്ഷൻ പറയാറില്ലല്ലോ. 10 സെക്കൻഡ് അല്ലെങ്കിൽ 1 അവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എനർജി, ഒരു ജൂൾ എനർജി എന്ന് മാത്രമാണ് പറയാറ്. അതേസമയം ഫോഴ്സ് ഒക്കെ പറയുമ്പോഴും ഫോഴ്സ് നമ്മൾ ഡയറക്ഷൻ പറയാറുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് പ്രയോഗിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരുന്ന ഈ പെയറാണ് ടൈം ആൻഡ് എനർജി. തേർഡ് ക്വസ്റ്റ്യൻ, which of the following is the unit of power in terms of the fundamental units meter, kilogram and second? അതായത് യൂണിറ്റ് ഓഫ് പവർ വാട്ട് ആണെന്ന് അറിയാലോ. ഇതേ ഈ പവറിന്റെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ആയ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നീ യൂണിറ്റ്സ് മാത്രം ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ആദ്യം പവർ എന്താണെന്ന് അറിയണം അല്ലെ? പവർ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ. ഓക്കെ, ഇതില് വർക്കിന്റെ യൂണിറ്റ് ജൂൾ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, പക്ഷെ ജൂൾ എന്ന യൂണിറ്റിൽ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് മാത്രമാണ്. ഓക്കെ, ടൈം സെക്കൻഡ്, വർക്ക് ജൂൾ. വർക്കിനെ നമുക്ക് വീണ്ടും ഒന്ന് മാറ്റി എഴുതി വെക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ വർക്കിന് പകരം ഞാൻ എഴുതി ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എഴുതി. ഓക്കെ, ഇതിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ? അത് നമുക്കറിയാം. ഈ ഫോഴ്സിനെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അതായത് മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ ആണ്. അതാ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഈ ഫോഴ്സിന് പകരം ഞാൻ എഴുതി മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ എഴുതി. കണ്ടോ? ഓക്കെ, നമുക്ക് ഓരോന്നിന്റെ യൂണിറ്റ് എഴുതി നോക്കാം. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലെ? മാസിന്റെ യൂണിറ്റ്, എസ് ഐ യൂണിറ്റ്, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് മാസിന്റെ. ആക്സലറേഷനോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ? നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ പറയുമ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നല്ലേ പറയാറ്. ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ? സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? മീറ്റർ. ടൈമിന്റെ യൂണിറ്റോ? സെക്കൻഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് യൂണിറ്റ് എഴുതാം? ഇവിടെ കിലോഗ്രാം, മീറ്റർ, ഇവിടെ മീറ്റർ ഉണ്ട്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നായി. ഇവിടെയോ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ, ഇവിടെ ഡിവൈഡഡ് ബൈ സെക്കൻഡ് വീണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കിലോഗ്രാം മീറ്റർ മീറ്റർ, അതായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, അതായത് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ക്യൂബ്. 3 വന്നു അല്ലെ? ഇതാ ഇവിടെ കൊടുത്തില്ല, കണ്ടോ? കിലോഗ്രാം 2 m അല്ലെ? മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ക്യൂബ്, 3 പ്രാവശ്യം ഗുണിച്ചത് സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കാം. കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ്, അതായത് ടോട്ടൽ 3 ആയി. സെക്കൻഡ് ക്യൂബ് എന്നാവണം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് an object of mass 2.4 kilogram. മാസ് തന്നിട്ടുണ്ട് 2.4 kilogram is kept on a level surface. ഒരു ലെവൽ സർഫസിൽ വെച്ചിട്ടുണ്ട്. ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ. എത്രയാണ്? 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ് പ്രയോഗിച്ചത്. 50 ന്യൂട്ടൺ. The object moves 8 meter in the direction of the force. സിമ്പിൾ ആണ്. ഒരു 2.4 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു ലെവൽ സർഫസിൽ വെച്ചിട്ടുണ്ട്. 50 ന്യൂട്ടൺ ഫോഴ്സ് അതിൽ പ്രയോഗിക്കുമ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ അതിന് 8 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വർക്ക് ഡൺ എങ്ങനെയാ ചെയ്യാറ്? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് എത്ര ഫോഴ്സ് ആണോ പ്രയോഗിക്കുന്നത് അതിനെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണോ സംഭവിക്കുന്നത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ മാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് 50 ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 8 മീറ്റർ ചെയ്താൽ മതി അല്ലെ?
എത്രയാണോ ഫോഴ്സ് പ്രയോഗിച്ചത് 50 ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ ആ ഡയറക്ഷനിൽ എത്രയാണോ മൂവ് ചെയ്തത് 8 മീറ്റർ ചെയ്താൽ മതി. അപ്പൊ 50 ഗുണിക്കണം 8 എത്രയാണ്? 50 ടൈംസ് 8 എത്രയാണ്? 400 ജൂൾ. ഓക്കെ, മനസ്സിലായല്ലോ? 400 ജൂൾ. 5 ഗുണിക്കണം 8 40, ഇനി 0 കൂടി ഉണ്ട്, അപ്പൊ ഒരു 0 എക്സ്ട്രാ വന്നു, 400 ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? വർക്ക് ഈസ് ഈക്വൽ ടു Fs 50 Newton multiplied by 8 meter, that is 400 joule. Fifth question is, the figure depicts a body of mass 20 kilogram lifted to a height of 5 meter. അതായത് ഇതിനെ ഒരു 5 മീറ്ററിലേക്ക് ഹൈറ്റിലേക്ക് ഉയർത്തണം എന്നാ പറയുന്നത് അല്ലെ, യൂസിങ് എ പുള്ളി. ഇഫ് ദ വർക്ക് ഡൺ ഈസ് 1020 joule, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ തന്നിട്ടുണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ 10 meter per second square ആണ്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഹിയർ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി ഈസ് നോട്ട് കൺസിഡേർഡ്. അതായത് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ പുള്ളിക്ക് ഒരു ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവും. അത് തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യാതെ ഈ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇതിന്റെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലേ, താഴെയുള്ള ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം, mgh. m എത്രയാണ്? 20 കിലോഗ്രാം. g 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെയോ h എന്ന് വെച്ചാൽ ഹൈറ്റ് 5 മീറ്റർ ഉയരത്തിലേക്കാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജസ്റ്റ് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടും 1000 ജൂൾ ആണ് കിട്ടും. ഓക്കെ, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരമാണ് 1000 ജൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി. അതായത് പുള്ളി ഈ പുള്ളി ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കിവിടെ ടോട്ടൽ ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലെ, 1020 ജൂൾ എന്ന്. അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആയ 1020 ജൂൾ ഓക്കെ മൈനസ് 1000 ജൂൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 20 ജൂൾ ആണെന്ന് ഉത്തരം കിട്ടും. അതായത് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരെ ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ 20 ജൂൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് 6th question is, an electric motor pumps 186.5 kilogram of water into a tank at a height of 8 meter in 10 seconds. അല്ലെ, ഇവിടെ എന്താണ്? മാസ് തന്നു വാട്ടറിന്റെ, പിന്നെ ടാങ്കിന്റെ ഹൈറ്റ് തന്നു, ഹൈറ്റിലാണ് ടാങ്ക് ഉള്ളത് തന്നു, പിന്നെ ഇവിടെ ടൈമും തന്നു. g 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് എടുക്കാം. അങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പവർ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ആണ്. ഓക്കെ, ഈ വർക്ക് എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നു അല്ലെ, മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ ആണ് അല്ലെ. അപ്പൊ അതിന് ഇക്വേഷൻ എന്താണെന്ന് അറിയാം, mgh ആണ്. m എത്രയാണ്? 186.5 കിലോഗ്രാം മൾട്ടിപ്ലൈ ബൈ 10, g 10 മൾട്ടിപ്ലൈ ബൈ h എത്രയാണ്? 8 മീറ്റർ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും, ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ പോയിന്റ് മാറി കിട്ടും അല്ലെ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1865 മൾട്ടിപ്ലൈഡ് ബൈ 8 കൂടി ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് കിട്ടും 14,920 ജൂൾ എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? വർക്കാണ് കണ്ടുപിടിച്ചത്. പവർ കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ചെയ്യണം എന്നറിയാം അല്ലെ. എത്ര വർക്കാണോ ചെയ്ത് ഡിവൈഡ് ബൈ എത്ര സമയമാണോ എടുത്തത് അത്. അതായത് 14,920 ജൂൾ ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് ആണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാം. ലാസ്റ്റ് 0 ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടും 1492 വാട്ട് കിട്ടും അല്ലെ. യൂണിറ്റ് വാട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹോഴ്സ് പവർ എന്ന യൂണിറ്റിൽ ഇത് എക്സ്പ്രസ് ചെയ്യണമെന്നാണ്. ഹോഴ്സ് പവറിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ 746 വാട്ട് ആണെന്ന് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിവിടെ കണക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് 746 വാട്ടാണ് 746 ജൂൾ ആണ്
1 വാട്ട് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ 1 വാട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചുതരാം, ഇവിടെ എഴുതി കാണിക്കാം. 1 HP എന്ന് വെച്ചാൽ 1 HP എന്ന് വെച്ചാൽ that is 746 വാട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് പറയാം, 1 വാട്ട് എന്ന് വെച്ചാൽ that is 1 divided by 746 HP എന്ന് പറയാം. ഓക്കെ, HP എന്ന് പറയാം. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് നമുക്കുള്ളത്, അത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 1492 വാട്ട് ആണ്. 1 വാട്ട് എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 746 HP ആണെങ്കിൽ 1492 വാട്ട് എന്ന് വെച്ചാൽ അതിനെ 746 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈ 746ന്റെ ഡബിൾ ആണ് ഈ ഒരു വാല്യൂ എന്ന് അറിയാം അല്ലെ, അല്ലെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2 HP എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, how much time will it take to fill the same quantity of water if the power of the motor is halved? അതായത് മോട്ടോറിന്റെ പവർ പകുതിയാക്കിയാൽ എത്ര ടൈം എടുക്കും ഇതേ മോട്ടോർ എന്നാണ്. അതായത് ഒരേ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ തന്നെയാണ് എത്തിക്കേണ്ടത്, അതായത് സെയിം വർക്കാണ് ചെയ്യേണ്ടത്, പക്ഷെ പവർ എന്താക്കി, ഹാവ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ പവർ ഇസ് ഹാവ്ഡ് ദ മോട്ടോർ വിൽ ടേക്ക് ട്വൈസ് ദ ടൈം. പവർ പകുതിയാക്കിയാൽ ഇരട്ടി സമയം എടുക്കും. സോ ഫസ്റ്റ് ടൈം എത്രയായിരുന്നു, 10 സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ കിട്ടും 20 സെക്കൻഡ്. Seventh question is, the mass of a body is 4 kilogram when when a continuous force of 3 Newton is applied to this object towards the east. There is a displacement of 6 meter in the direction of force. അതായത് 4 കിലോഗ്രാം മാസ് ഉള്ള ഒബ്ജക്റ്റിൽ 3 ന്യൂട്ടൺ ഫോഴ്സ് ഈസ്റ്റ് ഡയറക്ഷനിൽ പ്രയോഗിച്ചപ്പോൾ 6 മീറ്റർ അതിന് എന്തായി, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇതേ ഫോഴ്സ്, ഈ 3 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ സൗത്ത് ഡയറക്ഷനിൽ പ്രയോഗിച്ചപ്പോൾ അതിന് ആ ഡയറക്ഷനിൽ 5 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്ട് ഈസ് മൂവ്ഡ് ടുവാർഡ്സ് ദ സൗത്ത്. അപ്പൊ സൗത്തിലേക്കുള്ള ആ ഒരു വർക്ക് ഡൺ കാണണമെങ്കിൽ സൗത്തിലേക്ക് പ്രയോഗിച്ച ഫോഴ്സ് എത്രയാണ്, ടുവാർഡ്സ് ദ സൗത്ത് 3 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ ആ ഡയറക്ഷനിലുള്ളായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 5 മീറ്റർ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക മാത്രമേ വേണ്ടൂ. എത്രയാണ്, 3 മൾട്ടിപ്ലൈഡ് ബൈ 5, അതായത് 15 കിട്ടും അല്ലെ, നമുക്ക് ഉത്തരം 15 കിട്ടും. രണ്ടാമത്തെ 15. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ വർക്ക് കാണാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ സൗത്ത് ഡയറക്ഷനിലേക്കുള്ള വർക്ക് ഡൺ നമുക്കിപ്പോ കിട്ടി. നമ്മൾ ടോട്ടൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈസ്റ്റ് ഡയറക്ഷനിൽ എത്ര വർക്ക് ഡൺ ഉണ്ട് എന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് വർക്ക് ഡൺ ടുവാർഡ്സ് ദ ഈസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു, സോറി വർക്ക് ഡൺ ടുവാർഡ്സ് ദ സൗത്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 3 മൾട്ടിപ്ലൈഡ് ബൈ 5 മീറ്റർ ആണ്, 15 ജൂൾ കിട്ടി. ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ നമ്മൾ ടുവാർഡ്സ് ദ ഈസ്റ്റും കൂടെ കണ്ടുപിടിക്കണം. അതെത്രയാണ്, 3 ന്യൂട്ടൺ തന്നെയായിരുന്നു ഫോഴ്സ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് വെച്ചാൽ 18 ജൂൾ. ടോട്ടൽ വർക്ക് ഡൺ കാണാൻ ഇത് രണ്ട് ആഡ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഓക്കെ, 33 ജൂൾ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if an object is thrown vertically upwards, its potential energy and kinetic energy will change. അതായത് ഒരു ഒബ്ജക്റ്റ് നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും മാറും. ഇതിൽ ഏത് ഗ്രാഫാണ് കറക്റ്റ്, കൈനറ്റിക് എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണ് ഏതാണ് കറക്റ്റ്? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് പോകുന്തോറും അതിന്റെ സ്പീഡ് കുറഞ്ഞു വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എനർജി ആണല്ലോ കൈനറ്റിക് എനർജി. അപ്പൊ അതിന്റെ സ്പീഡ് കുറയുന്നു എന്നതിനർത്ഥം കൈനറ്റിക് എനർജി കുറഞ്ഞു വരുന്നതാണല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് ഹൈറ്റിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറയുന്ന ഗ്രാഫ്? ഇവിടെ നോക്കിക്കോളൂ, ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാണ്, ഇത് തന്നെയാണ് ശരിയായ ആൻസർ. ഇവിടെ കണ്ടോ, ഇവിടെ ഹൈറ്റ് കൂടുന്നതോറും കൈനറ്റിക് എനർജി കൂടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ശരിയല്ലല്ലോ. ഓക്കെ,
ആണ് എ ആണ് ശരിയായ ആൻസർ. When the object is thrown upwards, its speed decreases. സ്പീഡ് കുറഞ്ഞു വരും as it moves up. മുകളിലോട്ട് പോകും തോറും. So its kinetic energy decreases. സ്പീഡ് കുറയുന്നതുകൊണ്ട് അതിന്റെ kinetic energy കുറയും. എന്നാൽ potential energy increases. അല്ലെ ഹൈറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ potential energy എന്താവും? അത് കൂടും. 9ാമത്തെ question. The Vikram lander module of Chandrayaan 3 has a mass of 1752 kilogram. Question A. What will be its potential energy when it reaches a height of 100 meter from the lunar surface? അതായത് ഇവിടെ ലൂണാർ സർഫസ് ചന്ദ്രനിലെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, മൂണിലെ കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ചന്ദ്രനിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഭൂമിയിൽ നമ്മൾ എത്രയാണ് സാധാരണ എടുക്കാറ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 9.8 ഒക്കെയാണ്. ഇവിടെ മൂണിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1.6 ആണ് ഇവിടെ നമ്മൾ പ്രോബ്ലത്തിൽ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം mgh ആണ്. ഇപ്പൊ എം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, എം ഇവിടെ തന്നിട്ടുണ്ട്. ജിയോ ജി ഇതാണ് ചന്ദ്രനിൽ. ഓക്കെ, h 100 മീറ്റർ. അങ്ങനെയാണ് ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ പാർട്ടിന് ഉത്തരം കിട്ടും. ഇതാ മാസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm മൂന്നിലെയാണ്. ഹൈറ്റ് ഫ്രം ദ ലൂണാർ സർഫസ് ചന്ദ്രന്റെ സർഫസിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇ പി ഇസ് ഈക്വൽ ടു mgh, അതായത് mgmh. ഇത് മൂന്നിലെ ജി എന്നാണ് ഈ അടിയിലുള്ള സബ്സ്ക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എം. ഓക്കെ, ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, ഇവിടെ നിങ്ങളെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം ഈ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് അവസാനത്തെ സംഖ്യക്ക് ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1.6 മൾട്ടിപ്ലൈ ബൈ 100 ആണ്. അപ്പൊ ഇതിൽ ഒരു 0 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യും? ഒരു പൊസിഷൻ ഇപ്പുറത്തേക്ക് മാറും. പിന്നെ നമ്മൾ എന്ത് മാത്രമേ ചെയ്യേണ്ടൂ? 16 അല്ലെ, ഈ പോയിന്റ് ഇവിടെ നിന്ന് മാറി. പിന്നെ എത്രയാണ്? 16 ആണുള്ളത്. മൾട്ടിപ്ലൈ ബൈ 10 അപ്പൊ എത്രയായി? 160 കിട്ടി അല്ലെ, 160 ഗുണിക്കണം ഈ ഒരു സംഖ്യ കൂടെ ചെയ്താൽ മതി. ഓക്കെ, ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും, ഇത്രയും ജൂൾ. ഇനി ബി പാർട്ട് ചോദിച്ചത് ഇഫ് ദ സെയിം വിക്രം മോഡ്യൂൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഹൈറ്റ് 100 മീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. ഇവിടെ എർത്തിലെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നാണ്. അപ്പൊ നമ്മൾ എന്താ ജി, ഇതേ ഇക്വേഷൻ ആണ്, പക്ഷെ ജി എർത്തിലുള്ള ജി കൊടുക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എം അതേ എം തന്നെയാണ്, ജി 10 ആണ്, എച്ച് എന്ന് വെച്ചാൽ 100 തന്നെയാണ്. മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, 1752. പിന്നെ 3 0 കൂടെ വരുന്നുണ്ട്, 3 0 കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത്രയും ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഓഫ് മാസ് 80 കിലോഗ്രാം ഈസ് സ്റ്റാൻഡിങ് ഓൺ എ സസ്പെൻഡഡ് പ്ലാറ്റ്ഫോം ഓഫ് മാസ് 170 കിലോഗ്രാം ടു പെയിന്റ് ദ ഔട്ടർ വാൾ ഓഫ് എ ഫ്ലാറ്റ്. ഒരു ഫ്ലാറ്റിന്റെ ഔട്ടർ വാളിന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് 80 കിലോഗ്രാം മാസുള്ള ഒരു വ്യക്തി 170 കിലോഗ്രാം മാസുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ the quantity of work done by the motor to raise him and the platform to this height is 150 kilojoule. ഇവരെ ആകെ പ്ലാറ്റ്ഫോമിനടക്കം മുകളിലേക്ക് ഉയർത്താനുള്ള വർക്ക് തന്നിട്ടുണ്ട്, 150 കിലോ ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിലാണ് പ്ലാറ്റ്ഫോം ഉള്ളതെന്ന് ചോദ്യം. ജി തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ടോട്ടൽ മാസ് തന്നെ അവർ രണ്ടുപേരുടെയും മാസ് ആഡ് ചെയ്തത് അല്ലെ, ആഡ് ചെയ്താൽ കിട്ടും 250 കിലോഗ്രാം. വർക്ക് എന്ന് വെച്ചാൽ mgh ആണ് അല്ലെ, മുകളിലേക്ക് ഉയർത്തുന്നതാണല്ലോ, ഗ്രാവിറ്റേഷൻ എതിരാണല്ലോ. അതായത് എച്ച് നമുക്ക് അറിയില്ല, പക്ഷെ എമ്മും ജിയും ഡബ്ല്യു ഒക്കെ തന്നിട്ടുണ്ട്. ഡബ്ല്യു നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 150 കിലോ ജൂൾ. അതായത് ജൂളിലേക്ക് മാറ്റുമ്പോൾ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത്രയും ജൂൾ വർക്ക്, ഇത്രയും ജൂളാണ്. ഓക്കെ, എം എത്രയാണ്? 250 അല്ലെ, 250 ആണ്. ജി 10 ആണ് തന്നിട്ടുണ്ട്. എച്ച് മാത്രം അറിയില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എച്ചിന് മാത്രം ഇവിടെ വെച്ചിട്ട് ഇത് അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അടിയിലോട്ട് എഴുതി കൊടുക്കാം. അതാണ് ഇവിടെ കൊടുത്തിട്ടില്ല, കണ്ടോ? മുകളിലുള്ള ഇതിന്റെ അടിയിലേക്ക് ഈ 250 മൾട്ടിപ്ലൈ ബൈ 10 ചെയ്തു കൊടുത്തു. ഈ സീറോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കളയാലോ. ഓക്കെ, പിന്നെ ഇവിടെ 0 ഉണ്ട്, ഈ 0, ഈ 0. പിന്നെ നമുക്ക് വീണ്ടും ചുരുക്കാം. അങ്ങനെ ഒന്നിക്കലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ചുരുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. 15 എത്ര 5 ഉള്ളത്? 15 3 5 ഉണ്ട്. ഓക്കെ, 25 25
5 ഉണ്ട്. ഓക്കെ, അപ്പൊ 300 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? അല്ലെ, അപ്പൊ നിങ്ങൾക്ക് എത്ര 60 മീറ്റർ കിട്ടും. സോറി, വേറെ എളുപ്പ വഴി ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ ചെയ്യാച്ചാൽ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി. 0 0 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ 100ൽ എത്ര 25 ഉണ്ട്? 4 അല്ലേ, 4. 25ൽ എത്ര 25 ഉണ്ട്? 1. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. 4 മൾട്ടിപ്ലൈ ബൈ 15 ചെയ്താൽ കിട്ടും 60 മീറ്റർ. ഓക്കെ, എങ്ങനെയാ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. 11th question is, the figure shows two cars of the same mass and a lorry of double of the mass moving along a straight road. ഈ ഫിഗർ ഒബ്സർവ് ചെയ്യുക, ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുക. ഒരേ മാസാണ് കാറുകൾക്ക്, ലോറിയുടെ മാസ് ഡബിൾ ആണ്, കാറിന്റെ മാസിന്റെ ഡബിൾ. വിൽ ദ കൈനറ്റിക് എനർജി ഓഫ് ബോത്ത് ദ കാർസ് ബി ദ സെയിം എന്നാണ്. രണ്ടിന്റെ മാസ് തുല്യമാണ്, പക്ഷെ രണ്ടിന്റെയും ഈ വെലോസിറ്റി സ്പീഡ് വ്യത്യാസമുണ്ട് അല്ലെ. മുമ്പിലുള്ള കാറിനാണ് സ്പീഡ് കൂടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഇതിന്റെ കൈനറ്റിക് എനർജി സെയിം അല്ല എന്നൊരു ഉത്തരം കിട്ടുന്നത്. നോ, ദ ഫാസ്റ്റർ കാർ ഹാസ് മോർ കൈനറ്റിക് എനർജി. സ്പീഡ് കൂടിയ ഈ കാറിന് മോർ കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഇൻക്രീസസ് ആസ് സ്പീഡ് ഇൻക്രീസസ്. സ്പീഡ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലോറി ആൻഡ് ദ കാർ ഇൻ ദ ഫ്രണ്ട് ദ സെയിം. അതായത് ഈ ലോറിയുടെയും മുമ്പിലുള്ള കാറിന്റെയും സ്പീഡ് ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കുമോ? അല്ല, ലോറിക്കാണ് മാസ് കൂടുതൽ. മാസ് കൂടിയ ലോറിക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ. നോ, ലോറി ഹാസ് മോർ മാസ്. ആസ് മാസ് ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്. അതായത് സ്പീഡോ മാസോ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയും കൂടും. ക്വസ്റ്റ്യൻ നമ്പർ സി ഈസ്, calculate the kinetic energy of the car at the back if its mass is 1800 kilogram. ബാക്കിലുള്ള കാറിന്റെ മാസ് തന്നിട്ടുണ്ട്, ഇത്രയും മാസ് ആണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി കാണണം. അതിന്റെ വെലോസിറ്റി നമുക്ക് അറിയാതെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. EK ഈസ് ഈക്വൽ ടു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഹാഫ് mv² എന്ന ഇക്വേഷൻ. നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഹാഫ് മൾട്ടിപ്ലൈ ബൈ m എത്രയാണ്? ഇത്രയാണ് അല്ലെ. v², v എത്രയാണ്? 20 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ എത്ര കിട്ടും? 400. അതാണ് ഇവിടെ കൊടുത്തത് 400. ഇവിടെ ഇത് ചെയ്താൽ നമുക്ക് കിട്ടും 900. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഇത്ര ഉത്തരം കിട്ടും. ഓക്കെ, ജൂൾ. 12th ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മുകളിൽ നിന്ന് അതായത് എ എന്നത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഓഫ് എ ബിൽഡിംഗ് ആണ് എ എന്ന പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The 3 stages of a ball which is at rest falling freely from A are depicted. അതായത് ഈ എയിൽ നിന്ന് ഫ്രീ ആയിട്ട് റെസ്റ്റിലുണ്ടായിരുന്നു, ഇവിടെ നിന്ന് താഴേക്ക് വീഴുന്നു ഗ്രൗണ്ട് ലെവലിലേക്ക്. അപ്പൊ എ എന്നത് മുകളിലത്തെ ആ ലെവലാണ്, സി ഗ്രൗണ്ട് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള ഒരു ലെവലാണ്. ഇവിടെ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി കൺസർവേഷൻ പ്രകാരം ഇവിടെയുള്ള ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ എനർജി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എന്ന പൊസിഷനിൽ തന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി 12 ജൂൾ ആണ് തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി 8 ജൂൾ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എന്താ ചെയ്യാം? ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. 12 + 8 എത്രയാണ്? 20. ഇനി മുകളിൽ റെസ്റ്റിലായിരിക്കുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും എന്നറിയാം. പക്ഷേ ടോട്ടൽ എനർജി 20 തന്നെ കിട്ടണമല്ലോ. അപ്പൊ അങ്ങനെയാണ് 0യുടെ 20 ജൂൾ ആഡ് ചെയ്താലാണല്ലോ ടോട്ടൽ 20 കിട്ടല്. നമുക്ക് അത് കിട്ടി. ഇതേപോലെ താഴത്ത് നോക്കാം. ഏറ്റവും താഴെ എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ഓക്കെ, അപ്പൊ 0യുടെ 20 ആഡ് ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ 20 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഇതിന് ഉത്തരം ജസ്റ്റ് നോക്കിക്കോ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതാ A0, B എന്ന് വെച്ചാൽ 20 ആണ്, C20, D20, E0 ആൻഡ് F20 ജൂൾ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ഫിഗറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഇൻ എനർജി ഹാസ് ടേക്കൻ പ്ലേസ് ആസ് ദ ബോൾ ഫാൾസ്. ആ ബോൾ താഴേക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ കൈനറ്റിക് എനർജി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നു അല്ലെ. മുകളിലെ പൊട്ടൻഷ്യൽ എനർജി മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയി. ഇതാ പറഞ്ഞിട്ടില്ലേ. Potential energy is converted into kinetic energy, but
Potential energy is converted into kinetic energy, but there will be no change in total energy. Total energy എന്ന് പറഞ്ഞാൽ മാറില്ല. 13th question. Using a conveyor belt that transports construction material to the top of building, 5 sacks of cement 50 kilogram ഓരോ ചാക്ക്, അതായത് 5 ചാക്കാണ്, ഓരോ ചാക്കിനും 50 kilogram ആണ് വെയിറ്റ്, അതായത് മാസ്. അതിനെ 8 മീറ്റർ എത്തിക്കുന്നു 16 സെക്കൻഡ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ പവർ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് ഡൺ എന്ന് വെച്ചാൽ 250 കിലോഗ്രാം ടോട്ടൽ മാസ്, 50 മൾട്ടിപ്ലൈ ബൈ 5 സാക്സ് ആണുള്ളത് അല്ലേ, 250. പിന്നെ ജി 10 ആണെന്നറിയാം, ഹൈറ്റ് തന്നിട്ടുണ്ട്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത്ര ഉത്തരം കിട്ടും. ഓക്കെ, 20,000 ജൂൾ എന്ന് കിട്ടും. പവർ കാണാൻ വേണ്ടി വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു, ടൈം 16 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡ് ചെയ്താൽ കിട്ടും 1250 വാട്ട്. 14th ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആൻസർ ചെയ്യാനാണ്. ഇവിടെ കണ്ടോ, ബാബുവും രാജുവും ഹാവ് ബ്രോട്ട് the materials for house construction to the top of building a 15 meter tall building. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? മെറ്റീരിയൽസ് 15 മീറ്റർ ഉയരത്തിലേക്കാണ് എത്തിക്കുന്നത്. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഒരാൾ എത്തിക്കുന്ന വെയിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്, ഒരാൾ എടുത്ത സമയം എത്രയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ഹൂ ഡിഡ് മോർ വർക്ക്, ആരാണ് കൂടുതൽ വർക്ക് ചെയ്തതെന്ന് കാണണം. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടുപേരുടെയും വർക്ക് ഒന്ന് കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ബൈ ബാബു എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോളൂ, വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഗ്രാവിറ്റേഷൻ ആണല്ലോ, അപ്പൊ എം ജി എച്ച് ആണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എം ജി എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും വെയിറ്റ് അല്ലേ, ആ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് മൾട്ടിപ്ലൈ ബൈ എച്ച് മാത്രം ചെയ്താൽ മതി. ഓക്കെ, എളുപ്പമാണല്ലോ. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. വെയിറ്റ് 600 ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 15 മീറ്റർ ഉയരം ചെയ്താൽ നമുക്ക് കിട്ടും 9000 ജൂൾ. അതേപോലെ രാജുവിന്റെ ചെയ്യാം, 400 ന്യൂട്ടൺ ആണ് തന്നിട്ടുള്ളത്, മൾട്ടിപ്ലൈ ബൈ 15 ആണ്, 6000 ജൂൾ കിട്ടും. അപ്പൊ അങ്ങനെ ആരാണ് കൂടുതൽ വർക്ക് ചെയ്തത്? ബാബു അല്ലേ, ബാബു അല്ലേ കൂടുതൽ വർക്ക് ചെയ്തത്. നമുക്ക് ഉത്തരം കിട്ടി, എയുടെ ഉത്തരം കിട്ടി. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാബു ഹാസ് മോർ പവർ, ബാബുവിനാണ് മോർ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഗ്രി ചെയ്യുമോ? അപ്പൊ അങ്ങനെയാണ് രണ്ടുപേരുടെയും പവർ നിങ്ങൾക്ക് അറിയണം അല്ലെ. ബാബുവിന്റെ പവർ കണ്ടുപിടിച്ചു നോക്കാം. എത്രയാണ്? ബാബു ചെയ്ത വർക്കായ 9000 ഡിവൈഡഡ് ബൈ ബാബു എടുത്ത സമയമായ 300 ജൂൾ ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 9000 ഡിവൈഡ് ബൈ 300 ആണ്. 0 കട്ട് ചെയ്യാം, 0 ഇവിടെ കട്ട് ചെയ്യാം. 90 ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ 30 വാട്ട്, അതായത് ബാബുവിന്റെ പവർ. രാജുവിന്റെ പവർ ചെയ്യണമെങ്കിൽ രാജുവിന്റെ വർക്ക് ഡിവൈഡ് ബൈ രാജുവിന്റെ ടൈം ചെയ്യണം അല്ലെ. ഇവിടെയും നമുക്ക് 60 ഡിവൈഡ് ബൈ 2, അതായത് 30 വാട്ട് എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ഐ വിൽ നോട്ട് അഗ്രി വിത്ത് ഇറ്റ് എന്ന് പറയാം. ബിക്കോസ് ബോത്ത് ഹാവ് ദ സെയിം പവർ, രണ്ടുപേർക്കും സെയിം പവർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാനാണ്. ഓക്കെ, സിമ്പിൾ ആണ്, പറഞ്ഞുതരാം. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എക്സെർട്ടഡ്. ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിക്കണം, പിന്നെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടോളൂ, ഫോഴ്സ് എത്രയാണ്? ഇതാ ഈ ആക്സിസിൽ വൈ ആക്സിസിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയല്ലേ ഗ്രാഫ് കൊടുത്തിട്ടില്ലേ? ഫോഴ്സ് എത്രയാണ്? ഇതിന് നേരെ എത്രയാണുള്ളത്? 6 ന്യൂട്ടൺ അല്ലെ, ന്യൂട്ടൺ, യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ ഇതിന് നേരെയുള്ളത് 6 ആണ്, ഈ ലൈനിന് നേരെയുള്ള 6 ആണ്. അപ്പൊ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം, 6 ന്യൂട്ടൺ. എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി, 6 ന്യൂട്ടൺ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റോ? ഈ ഗ്രാഫ് മാക്സിമം ഇത്ര വരാൻ പോകുന്നത് അല്ലേ, ഇതിന് നേരെ താഴെ എത്രയാണുള്ളത്? 0.4 മീറ്റർ, അതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അത് രണ്ടിന് ആൻസർ കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വർക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് യൂസിങ് ഗ്രാഫ്? ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അതാ പറഞ്ഞ് ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം, അത് വർക്ക് ഡണ്ണിന് സെയിം ആണോ ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഫോഴ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വർക്ക് ഡൺ നമുക്ക് സാധാരണ ഇക്വേഷൻ അറിയാം, ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എത്രയാണ്? ഫോഴ്സ് ആയ 6 ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ 0.4. 6 മൾട്ടിപ്ലൈഡ് ബൈ 4 എത്രയാണ്? 24 ആണ് അല്ലേ.
പക്ഷെ ഇവിടെ 4 കഴിഞ്ഞിട്ട് ഇപ്പുറം ഒരു പോയിന്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് 24 കഴിഞ്ഞിട്ട് ഇപ്പുറം ഈ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അതായത് 2.4 ജൂൾ ആണ് വർക്ക്. ഇനി ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കാം. വൈ ആക്സിസിൽ ഫോഴ്സ്, ഈ ലെങ്ത് അല്ലേ 6, അതായത് ഫോഴ്സ് അല്ലേ, അപ്പൊ 6 ഇതൊരു റെക്ടാംഗിൾ ആയല്ലോ. അപ്പൊ ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്തോ ലെങ്ത് എന്തെങ്കിലും ആവട്ടെ, ഈ രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ സൈഡോ 0.4 വരെ അല്ലെ, 0 തൊട്ട് 0.4 വരെ. അപ്പൊ ഇതിന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് പറയാം 0.4 എന്ന് പറയാം. ഇതിന്റെ ലെങ്ത് ആയിട്ട് പറയാം 6 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ പറഞ്ഞാൽ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. വശങ്ങളുടെ ഗുണനഫലമാണ് ഈ റെക്ടാംഗിളിന്റെ ഏരിയ നമുക്കറിയാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ആക്സിൽ ഫോഴ്സ് ആണ് 6 ന്യൂട്ടൺ, എക്സ് ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 2.4 ജൂൾ. ഏരിയ അണ്ടർ ദ ഗ്രാഫിന്റെ ലെങ്ത് മൾട്ടിപ്ലൈ ബൈ ബ്രെഡ്ത്ത് ആണ്. അതായത് 0.4 മൾട്ടിപ്ലൈ ബൈ 6 ആണ് 2.4. ഇത് തന്നെയാണ് വർക്ക് ഡൺ നമുക്കറിയാം 2.4 ജൂൾ. അതായത് ദ ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.